ഞാന് തുടക്കത്തോട് പറഞ്ഞു, തുടക്കത്തോട് നമ്മളെ അവിടെ നിന്ന് നിങ്ങളെ നോക്കി വരയ്ക്കുകയായിരുന്നു. ഇത് കാവ്യ. ഹായ് കാവ്യ. ഹായ് കാവ്യ. ഹലോ. ഹലോ. കാവ്യക്ക് സംസാരിക്കാനും കഴിയില്ല, ചെവിയും കേൾക്കില്ല. പക്ഷേ അസാധ്യമായിട്ട് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു കഴിവുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കും. അടിപൊളി. അപ്പോ കവ്യ ഇവിടെ നോക്കി വെച്ച് വരച്ചതാണ്. നോക്കി വരച്ചത് അല്ലേ? ആലോചിച്ചിട്ട് വരച്ചത്. ബട്ടർഫ്ലൈ ആലോചിച്ച് ഇട്ടത്. ഇഷ്ടം, അതെ, ഇഷ്ടം കൊണ്ട് വരച്ചതാണ്. ഓക്കെ, കേട്ടല്ലോ കാവ്യ പറയുന്നത്, കേട്ടല്ലോ. നമുക്ക് കാവ്യയുടെ അമ്മയൊന്ന് വേദിയിലേക്ക് വിളിക്കാം. കാവ്യ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അമ്മ പറഞ്ഞു. ഓക്കെ, കാവ്യയുടെ അമ്മ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. നമസ്കാരം. അപ്പോ കാവ്യക്ക് ഈ കാവ്യ ജനിച്ചത് തൊട്ടാണോ ഈ ഇതുള്ളത്, ഈ പ്രശ്നമുള്ളത്? ജന്മനാ കേൾവി ഇല്ലായിരുന്നു. ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കേൾക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയി. അപ്പം നെർവ്സിന്റെ കംപ്ലൈന്റ് ആണ്, ചിലപ്പോഴും മിറക്കിള് പോലെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു. പക്ഷെ ആള് ആക്റ്റീവ് ആണ്, കേൾക്കത്തില്ലെങ്കിൽ എല്ലാം സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് കാവ്യക്ക് കേൾക്കത്തില്ലെന്ന് കാവ്യക്ക് പോലും അറിയത്തില്ല, കൂട്ടുകാർക്കും അറിയത്തില്ല. അവള് ചോദിക്കുന്നതിനെല്ലാം ആൻസർ പറയും. അതെ, ഞാനതാണ്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിലൊന്നും ഞാൻ സൈൻ ലാംഗ്വേജ് ഒന്നും കാണിച്ചില്ലല്ലോ. നമ്മൾ പറയുന്നതിനെല്ലാം കാവ്യ മറുപടി പറയുന്നുണ്ട്. കാവ്യക്ക് നിങ്ങൾ പറയണതെല്ലാം മനസ്സിലാവും. അതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് കാവ്യക്ക് അത് കിട്ടുന്നുണ്ട് അല്ലെ? അത് ചെറിയൊരു കാര്യമല്ല. മാത്രല്ല പറയാനുള്ള ശ്രമം. എപ്പോഴും നമുക്ക് കാത് കേൾക്കാതാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവണം. അങ്ങനെയാണ് സ്പീച്ച് ഇംപെഡിമെന്റ് വരുന്നത്. പക്ഷെ ഇവിടെ കാവ്യ അതിനെ ശരിക്കും ഒരു തരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. കാവ്യ താങ്ക് യു പറയണ്ടേ അടുത്ത്? കാവ്യ, ഞങ്ങൾ രണ്ടുപേരും എവിടെ ഫോട്ടോയിൽ? റിമിയും MG എവിടെ ഫോട്ടോയിൽ? പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരച്ചുതരാം. അടുത്ത പ്രാവശ്യം വരച്ചുതരാം. നിങ്ങൾ 3 പേരും ഒന്ന് വരിക. ഇവർക്ക് 3 പേർക്കും വെൽക്കം. കാവ്യ, ഇത് അവർക്ക് 3 പേർക്കായിട്ട് കൊടുത്തേ. ഓക്കെ, അടിപൊളി. ഹാപ്പി ആയോ? മോള് സ്കൂളിൽ പോട്ടോ? മോളിപ്പം PG കഴിഞ്ഞു, മാസ്റ്റർ ഓഫ് ഫൈനാൻസ് RLV കോളേജിൽ. കൊച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട്. PG കഴിഞ്ഞ ഒരു 4 വയസ്സ് മുതലേ വരയ്ക്കും. RLV ഇപ്പം ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം റിസൾട്ട് വന്നിട്ടില്ല. എനിക്കാണ് 2022-23 ലളിതകലാ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. അത് ശരി. അപ്പോ അമൃത ടിവിയുടെ ഒരു ആദരം നൽകുന്നതിനായിട്ട് നമ്മുടെ കൃഷ്ണേന്ദ്രൻ സാറിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. കേട്ടോ കൃഷ്ണേന്ദ്രൻ സാർ, വെൽക്കം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു മൊമെന്റ് ആണ്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ അവിടെ നോക്കി ഇത് ചെയ്തു. പക്ഷെ ബാക്കി മുഴുവൻ ഉള്ളതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ കണ്ടത് വരച്ചതാണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവർക്കും ഒന്ന് അങ്ങോട്ട് പോവാം. എന്താ നമ്മളൊന്ന് ചോദിച്ചേ? മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി സൂപ്പർ. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? സംസാരിക്കണോ? മഞ്ജു ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണം. ഇഷ്ടപ്പെട്ട് സംസാരിക്കണം.
സന്തോഷം സംസാരിക്കാൻ പറ്റിയ സന്തോഷം. സന്തോഷം ബ്യൂട്ടിഫുൾ മോളെ കേട്ടോ ഓക്കെ താങ്ക് യു